മൈ ഡിയർ ഫ്രണ്ട്സ്, നമുക്ക് ചക്ക കൊണ്ടൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം. ആദ്യം ചക്ക അരിഞ്ഞ് അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കാം. വേകുമ്പോഴത്തേക്ക് നമുക്ക് ചിക്കൻ വറുത്തെടുക്കാം. എന്നിട്ട് അതിന് മസാല എല്ലാം ചേർത്തിട്ട് ഉണ്ടാക്കാം. ഇപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. ശോശാമ്മ കിച്ചൺ ഫുഡ് ചാനൽ, കേരളം ബൈ ശോശാമ്മ. നമുക്ക് മല്ലിച്ചപ്പൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. ചിക്കൻ ഞാൻ വറുത്ത് മസാലയെല്ലാം കൂടെ ചേർത്ത് വേവിച്ച് വെച്ചു. ചക്ക അതുപോലെ തന്നെ വേവിച്ച് വെച്ചു. നമുക്കെന്നിട്ട് ആ ചിക്കന് വറുത്തത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം, ചക്കയുടെ ഉള്ളിലേക്ക്. എന്നിട്ട് നമുക്ക് ആ മല്ലിച്ചപ്പും എല്ലാം കൂടി ഇട്ട് കടു വറുത്തതും അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പം തണുപ്പും മഴക്കാലമൊക്കെ അല്ലേ, നമുക്ക് ചക്കയൊക്കെ ഒന്ന് വേവിച്ച് തിന്ന് നോക്കാം. നല്ല സൂപ്പർ എന്ന് പറഞ്ഞാലും പോരാത്ത സൂപ്പർ ചക്കയെ. അതെല്ലാം ഇളക്കി ഒരു പാത്രത്തിലേക്ക് എടുക്കാം. എൻ്റെ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട. ശോശാമ്മ കിച്ചൺ. നമുക്കത് പാത്രത്തിലെടുത്ത് നോക്കാം. ഞാനത് പാത്രത്തിലെടുത്തു. എന്നിട്ട് നമുക്കതിനൊരു കറി വേണ്ടേ? നാരങ്ങ, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം കൂടെ അത് പിഴിഞ്ഞെടുക്കുക. പാകത്തിന് ഉപ്പ് ഒഴിക്കുക. എന്നിട്ട് കറി ഗ്യാസ് ഉണ്ടെങ്കിൽ ഗ്യാസൊക്കെ അങ്ങ് പോകും. അല്ലെങ്കിൽ ഗ്യാസ് ഇല്ലെങ്കിലും ഈ കറി നല്ല സൂപ്പർ എന്ന് പറഞ്ഞാൽ നല്ലത് സൂപ്പർ കറിയാണ്. നമുക്കൊന്ന് ഇച്ചിരി കഴിച്ചു നോക്കാം. എന്നാലേ ആരെങ്കിലും കൂടുന്നുണ്ടോ? ചിക്കൻ ചക്ക ബിരിയാണി, അതിന് കറി, നാരങ്ങ, വെളുത്തുള്ളി, പച്ചമുളക്, പാകത്തിന് ഉപ്പും ചേർത്തിട്ട് ഉണ്ടാക്കാം നമുക്ക്. ചിക്കൻ ചക്ക ബിരിയാണി സൂപ്പർ എന്ന് പറഞ്ഞാൽ പോരാത്തതല്ല, സൂപ്പർ ചക്ക ബിരിയാണി. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, കഴിച്ചു നോക്കുക. എൻ്റെ ചാനലിൽ ലൈക്കും സബ്സ്ക്രൈബും ഫോളോയൊക്കെ ചെയ്യാൻ മറക്കണ്ട. ശോശാമ്മ കിച്ചൺ ഫുഡ് ചാനൽ, കേരളം ബൈ ശോശാമ്മ. ചക്കയും ചിക്കനും കൂടെ ബിരിയാണി വെച്ചത്.